ഹായ് ഹലോ. അപ്പോൾ നമുക്കിന്ന് ഉച്ച മുതലങ്ങ് തുടങ്ങിയാലോ. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് അവിയലും മുളക് ചമ്മന്തിയും മുട്ട പൊരിച്ചതുമാണ്. മുളക് ചമ്മന്തി എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഉച്ചയൂണ് ഞാനും അമ്മയും കൂടെ അടിപൊളിയായിട്ട് അങ്ങ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു കുളിയും പാസ് ചെയ്ത് ഒരു മിൽക്കി ബാറും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും മഴ തുടങ്ങി. മഴയെന്ന് പറഞ്ഞാൽ അപാര മഴയായിരുന്നു. നല്ല അടിപൊളി കാറ്റും ഇടിയും ഒക്കെ. ആ ഇടിയിൽ ഈ ഫോണും കൊണ്ടിരിക്കുന്നതിന് അമ്മയുടെ കയ്യിൽ നിന്ന് വഴക്കം കിട്ടി. കാരണം അമ്മ പെട്ടെന്ന് പുറയുന്നു വന്ന് വഴക്ക് പറയുമ്പോൾ ഞാൻ പേടിക്കുന്നതാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. അപ്പോഴത്തേക്കും ഇവിടെ കരണ്ട് പോയി. എന്നാൽ പിന്നെ കരണ്ടും ഇല്ലല്ലോ, സമയം ഒരു 5:45 എന്നാൽ പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം മഴയത്ത് കിടന്നുറങ്ങാൻ നല്ല രസമാണല്ലോ. അങ്ങനെ കിടന്നുറങ്ങി എഴുന്നേറ്റപ്പോഴത്തേന് 8 മണിയൊക്കെ ആവാറായി. പിന്നെ ഒരു ലേസും കഴിച്ച് നമ്മുടെ എള്ളലുവ അടിപൊളി ടേസ്റ്റായിരുന്നു. അതും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും അമ്മ പറഞ്ഞു എനിക്കും കൂടെ കുറച്ച് തരാം. പിന്നെ അമ്മയ്ക്കും കൂടെ കുറച്ച് കൊടുത്തിട്ട് നമ്മൾ വെളിയിലോട്ട് വന്ന് നോക്കിയപ്പോഴത്തേനും ഗൈസ് മഴ പെയ്തെന്ന് പറയത്തില്ല, അതുപോലെ തോന്നു കിടക്കുന്നു. കണ്ടാൽ മഴ പെയ്തതാണെന്ന് പറയത്തതേയില്ല. അപ്പോഴത്തേക്ക് ഇനി വിചാരിച്ചു ഇനി അടുത്ത മഴ വരുന്നതിന് മുമ്പേ പോയി ഗേറ്റ് അങ്ങ് അടച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടുത്തെ സെക്യൂരിറ്റിയാണ്, അതായത് ഇവിടുത്തെ വാച്ച്മാനാണ് നമ്മുടെ അമ്മ. അപ്പോൾ അമ്മയാണ് ഇന്നും വൈകുന്നേരം ഇവിടെ പോയി ഗേറ്റ് പൂട്ടുന്നത്. അപ്പോൾ ഗേറ്റും പൂട്ടിയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേനും അമ്മ പറഞ്ഞു വാ നമുക്ക് കുറച്ച് ചക്ക കഴിക്കാമെന്ന്. ചക്കയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി പഴുത്ത വാഴയ്ക്ക ചക്ക, നല്ല അടിപൊളി മധുരമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞാനും അമ്മയും കൂടെ വൈകുന്നേരം ഇരുന്ന് ചക്ക കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചക്കയും കഴിച്ചു, ഒരു നുള്ളു ഉപ്പും കഴിച്ചു. നിങ്ങളാരെങ്കിലും ഈ ചക്ക പഴുത്ത ചക്ക കഴിച്ചിട്ട് ഉപ്പ് കഴിക്കാറുണ്ടോ? അതായത് ഉപ്പ് കഴിക്കുന്നത് വയറുവേദന എടുക്കാതിരിക്കാൻ നല്ലതാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു നുള്ളു ഉപ്പും കഴിച്ച് ഞങ്ങളിനി അടുത്ത അടുക്കളയിലെ പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ഇനി ഒരു മുറി ചക്കയെ നമ്മൾ എടുത്തിട്ടുള്ളൂ, ഒരു മുറി ചക്ക ഇരിപ്പുണ്ട്, അതിനി നാളെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബാക്കി വന്ന ചക്ക കവറിലാക്കി കൊണ്ടുപോയി ഭദ്രമായിട്ട് വെക്കാൻ അമ്മ പറഞ്ഞപ്പോഴത്തേന് സമയം ഏകദേശം 9:15. എന്നാൽ പിന്നെ നമ്മുടെ റൂമൊന്ന് ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി നമ്മൾ റൂമും ഒന്ന് ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് അമ്മ അടുക്കളയിൽ പരിപാടി തുടങ്ങി. കാരണം വൈകുന്നേരങ്ങളിൽ, അതായത് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പേ അടുക്കള ഫുള്ള് ക്ലീൻ ചെയ്തിട്ടേ അമ്മ കിടക്കാറുള്ളൂ. കാരണം അമ്മ പറയുന്നത് രാത്രി സമയത്ത് ആരോ ഏതോ ഭഗവാനോ ഏതോ ദേവിയോ ഉണ്ട് അടുക്കളയിൽ വരാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് കുളിയും കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ഫുഡും കഴിഞ്ഞ് അവിടെ അങ്ങനെ അത്താഴവും കഴിഞ്ഞ് അമ്മ 2 പിസ്തയും കഴിച്ച് ഞങ്ങളിനി കിടന്നുറങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു തട്ടുകൂട്ടുമായി വരുന്നവരെ ബൈ ബൈ.